സംരംഭങ്ങൾ പല രീതിയിലുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ലാഭകരമായിട്ട് പോകുന്ന സംരംഭങ്ങൾ മിക്കതും IT ഫേമുകളിലും അതുപോലെ തന്നെ അക്കൗണ്ടിങ് മേഖലകളിലൊക്കെ ആയിരിക്കും. എന്നാൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഒരു വ്യവസായം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗവും ജലം ലഭ്യമായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ജലത്തിൽ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിൽ കരിമീൻ എനിക്ക് വിൽക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ആറ്റുകൊഞ്ചിനെ കുറിച്ച് ഒരു എൻക്വയറി വന്നു. ഇതിനെല്ലാത്തിനും തന്നെ ഏറ്റവും മിനിമം 1 കിലോയ്ക്ക് 500 രൂപയും അതുപോലെ തന്നെ ആറ്റുകൊഞ്ചിന് 650 രൂപയാണ് വില കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മാർക്കറ്റ് ഓൾറെഡി ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടും നമ്മൾ ഉന്നത ഗുണം കിട്ടുന്നത് അല്ലെങ്കിൽ നല്ല വില കിട്ടുന്നതായിട്ടുള്ള മത്സ്യങ്ങൾ കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് എത്തുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ കൂടിയാണ് നമ്മുടെ ഈ ഒരു ടോക്ക്. മറ്റു മത്സ്യങ്ങൾ ഇപ്പോൾ 2018 ഞാനടക്കം വരാല് കൃഷി നമ്മൾ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്. 300 രൂപയാണ് ഇപ്പോൾ കിട്ടുന്നതെന്ന് അറിയുന്നു. അപ്പോൾ ആ ഒരു കൃഷി രീതിയിലും നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തീറ്റകളെല്ലാം തന്നെ വളരെ വില കൂടിയതാണ്. കുറേ കൂടെ വില കുറഞ്ഞൊരു മത്സ്യത്തീറ്റ ലഭ്യമാക്കണമെന്നുള്ള കർഷകരുടെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പല കമ്പനികളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് എത്തിക്കാനായിട്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 80-85 രൂപ അല്ലെങ്കിൽ 90 രൂപയ്ക്ക് തന്നെ മത്സ്യത്തീറ്റ എത്തിക്കാനുള്ള രീതികളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ മത്സ്യത്തീറ്റയിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളാണ് മത്സ്യകൃഷിയിൽ ഏറ്റവും കൂടുതൽ ചിലവ് വഹിക്കുന്നത്. ഒരു മത്സ്യകൃഷിയെ സംബന്ധിച്ചിടത്തോളം 80% ചിലവ് വരുന്നത് അതിൻ്റെ മത്സ്യത്തീറ്റയ്ക്കാണ്. മത്സ്യത്തീറ്റയിൽ തന്നെ മത്സ്യത്തീറ്റയുടെ ഒരു 80% ചിലവ് വരുന്നത് അതിൻ്റെ പ്രോട്ടീൻ സോഴ്സിൽ നിന്നാണ്. സാധാരണ പ്രോട്ടീൻ സോഴ്സായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫിഷ് മീലാണ്. അതായത് മത്സ്യത്തെ ഉണക്കി പൊടിച്ചെടുക്കുന്ന പൊടിയാണ് ഫിഷ് മീൽ. ഉണക്ക മീൻ പൊടി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സോയാ മീൽ എന്നാണ്. ഈ 2 രീതികളാണ് സാധാരണ നമ്മൾ പ്രോട്ടീൻ സോഴ്സായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയുടെ രണ്ടിൻ്റെയും വില ഭയങ്കര കൂടുതലാണ്. പ്രോട്ടീൻ മീലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പറഞ്ഞ ഫിഷ് മീൽ 65 മുതൽ 120 രൂപ വരെയും സോയാ മീൽ 45 മുതൽ എനിക്ക് തോന്നുന്നു ഒരു 110 രൂപ വരെയൊക്കെ ചിലവ് വരാറുണ്ട്. ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ 1 കിലോയ്ക്ക് ചിലവ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ 40% വരെയും നമുക്ക് 1 കിലോ തീറ്റയിൽ ഈ പ്രോട്ടീൻ മീലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതിനുശേഷം തന്നെ പല കർഷകരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് സർക്കാർ അധിഷ്ഠിതമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കോ കേരളത്തിൽ ഒരു മത്സ്യ തീറ്റ നിർമ്മാണ യൂണിറ്റ്, കോഴിത്തീറ്റ നിർമ്മാണ യൂണിറ്റും കാലിത്തീറ്റ നിർമ്മാണ യൂണിറ്റ് എല്ലാം കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? അപ്പോൾ അതിലാണ് പ്രോട്ടീൻ സോഴ്സ് മാത്രമല്ല നമുക്ക് വേണ്ടത്, മറ്റ് ഇവയെ എല്ലാത്തിനും ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള മറ്റു വിഭവങ്ങൾ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഗോതമ്പ്, അതുപോലെ തന്നെ നമ്മുടെ നെല്ല് പോലെയുള്ളവയുടെ തവിടുകൾ വളരെ നന്നായിട്ട് വേണം. അപ്പോൾ തവിട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തോടല്ല, തവിട് പ്രോസസ്സ് ചെയ്ത് ബാക്കി വരുന്ന തവിടുകൾ, അവയാണ് ഈ കാണുന്ന പ്രോട്ടീനും ഫാറ്റും പോലെയുള്ള സംവിധാനങ്ങളെല്ലാം ബൈൻഡ് ചെയ്യുന്നത്. അത് കേരളത്തിൽ നമുക്കറിയാവുന്ന പോലെ നമ്മൾ പൊതുവേ കൃഷിയിൽ വളരെ പുറകോട്ടായതുകൊണ്ട് തന്നെ ഇവയൊന്നും നമുക്ക് ലഭ്യമല്ല. ഇവ അടുത്ത് തന്നെ ഈ തമിഴ്നാട്, കർണാടക, അതുപോലെ ആന്ധ്രയിൽ നിന്ന് ഇവ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്തിട്ട് വേണം തീറ്റ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം അത്രയും ചിലവ് വരുന്നത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ഇവിടം വരെ എത്തിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ 10-20% എക്സ്ട്രാ നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ചിലവ് വരും എന്നതുകൊണ്ട് തന്നെയാണ് സാധാരണ തീറ്റ നിർമ്മാണം കേരളത്തിൽ പ്രായോഗികമായി വരാത്തത്. എങ്കിലും നമ്മളിപ്പോൾ പൗൾട്രി വേസ്റ്റ്, സ്ലോട്ടർ വേസ്റ്റ് മുതലായിട്ടുള്ള വേസ്റ്റുകളിൽ നിന്ന് എങ്ങനെ തീറ്റ ഉണ്ടാക്കിയെടുക്കാം, ബ്ലാക്ക് സോൾജിയർ ഫ്ലൈയിൽ നിന്ന് എങ്ങനെ തീറ്റയാക്കാം എന്നുള്ള പഠനങ്ങൾ നടക്കുന്നു. ഈ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈയുടെ കാര്യത്തിലും പറയുമ്പോൾ ഏകദേശം ഒരു 65% കൂടുതൽ പ്രോട്ടീൻ ലഭ്യമാണെങ്കിൽ പോലും ബാക്കി 20-25% ഫാറ്റ് അതിൻ്റെ അകത്ത് ലഭ്യമാണ്. ചിലതിൽ 36% വരെ ഫാറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഫാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മത്സ്യത്തിൻ്റെ പല ലെയറുകളിലായിട്ട്, ഇപ്പം നമ്മളെങ്ങനെയാണോ ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലുള്ള, അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ പല ലെയറുകളിലായിട്ട് കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുകയും അത് തീറ്റ കഴിക്കുന്ന മത്സ്യത്തെ വേണ്ടാത്ത രീതിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈയും യെല്ലോ മീലും ഒന്നും അധികം ഉപയോഗിക്കാനായിട്ട് പറ്റാത്തത്. സോ പറഞ്ഞു വരുന്നത്, കുറേ കൂടെ ആളുകൾ നമ്മുടെ ഈ കൃഷി രീതിയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് കൂട്ടമായി നിന്ന് ഒരു കമ്മ്യൂണിറ്റി ഫാമിംഗ് എന്നൊരു ചിന്ത ഇവിടെയാണ് വരുന്നത്. എന്തുകൊണ്ടും മിൽമ അല്ലെങ്കിൽ ഡയറി അതുപോലെയുള്ള സംവിധാനങ്ങൾ പോലെ തന്നെ മത്സ്യ കർഷക കൂട്ടായ്മകൾ എല്ലാ സ്ഥലങ്ങളിലും വരികയും അവ ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ തീറ്റ ഓർഡർ ചെയ്യുകയും അവയുടെ ഹാർവസ്റ്റുകൾ ഒരുപോലെ ആവുകയും അവ വാല്യൂ ആഡ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും കുറേ കൂടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിൽപ്പന നടത്താനായിട്ട് പറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി 2023-24 കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യ ഉൽപ്പാദനം എന്ന് പറയുമ്പോഴത്തേക്കും ഇൻലാൻഡ് ഫിഷറീസിലാണ് പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ വളർത്തിയെടുക്കുകയും ചെയ്യുന്നത്. ഏകദേശം പുറത്ത് നിന്ന് പിടിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ വർഷം മാറിയിട്ടുണ്ട്. അതായത്
അക്വാകൾച്ചറാണ് നാളെ നമ്മുടെ തലമുറയെ ഫീഡ് ചെയ്യാൻ പോകുന്നത് എന്നതിനൊരു അർത്ഥമാണത്. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന തീറ്റ കൊടുത്ത് വളർത്തുന്ന മത്സ്യമായതുകൊണ്ട് തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്, നല്ല കൊളസ്ട്രോൾ, നല്ല പ്രോട്ടീൻ, വൈറ്റ് മീറ്റ് അതുപോലെയുള്ള സംവിധാനങ്ങളെല്ലാം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അത് കൂടുതൽ നല്ല മാംസത്തിലേക്കും നമ്മുടെ നല്ല പ്രോട്ടീൻ ഗെയിനിലേക്കും പോകും. അപ്പോൾ ചിക്കൻ കഴിക്കുന്നതിനേക്കാളും അതുപോലെ തന്നെ ബീഫ് കഴിക്കുന്നതിനേക്കാളും പോർക്ക് കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ലതായിട്ട് നമ്മൾ മത്സ്യം കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ, അത് കടലിൽ നിന്ന് പിടിക്കുന്നത് മാത്രമല്ല, കടലിൽ നിന്ന് പിടിക്കുമ്പോൾ ഉള്ളൊരു മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ പോയി തിരിച്ചു വരുന്നവരെയുള്ള കോൾഡ് സ്റ്റോറേജിൻ്റെ ഒരു ക്രിയാത്മകത ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്തതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വ്യത്യസ്തമായി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യത്തെ മാന്യമായി കൺസ്യൂം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു കമ്മ്യൂണിറ്റി ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ പല വീഡിയോകളും 1 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് ശേഷം അത് വർക്കൗട്ട് ചെയ്യുകയും അത് കൃത്യമായിട്ട് എല്ലാവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നമ്മൾ മഡ്ക്രാഫ്റ്റ് ഫാമിംഗ് ചെയ്തു, GS ക്യാമ്പ് ചെയ്തു, ഇതുപോലെയുള്ള ബയോഫ്ലോക്ക് എല്ലാ സംവിധാനങ്ങളും നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്യുകയും നിങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ ഒരു റിപ്ലൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാക്സിമം അത് എല്ലാവരിലേക്ക് എത്തിക്കുകയും ട്രെയിൻ ചെയ്യുകയും അപ്പോൾ ആ രീതിയിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ തീറ്റ, നല്ല വെള്ളം, നല്ല വിത്ത്, ഈ 3 കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളിൽ നിന്ന് നല്ല മത്സ്യം നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കാനും ഒരു ബാധ്യത നമ്മൾ ഏറ്റെടുക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുക. താങ്ക് യു.